പിന്നെ എങ്ങാടാണി ഉന്തിത്തള്ളി വന്നത് ഇങ്ങോട്ട് എന്തിന്? ഒരു സ്പർശന സുഖം. പിന്നെ വിലക്കും മണിക്കും പോകാതെയാണ് സ്പർശന സുഖം. 50 രൂപ. 50? വില കൂടുതലാണല്ലോ. ഭയങ്കര വില ചെയ്യാളുടെ അടുത്ത്. നിന്റെ അമ്മ ഇപ്പോഴും ഇഷ്ടേക്കളത്തിൽ തന്നെയല്ലേ പണിക്കോണത്? ഇവിടെ ഒന്നും പെണ്ണുങ്ങ പിന്നെ മീൻ കച്ചവടത്തിന് പോകണുണ്ടല്ലോ. മേരിക്ക് മുതലാകെങ്കിൽ മേടിച്ചാ മതി. മീനെന്താ? മത്തിയും കൊഞ്ചും. ഞാനും കൊഞ്ചും തല്ലും കൊള്ളും. വെറുതെ നീ അയാളുടെ മീൻ മേടിക്കണ 50 രൂപ വേണം മേരി. ഇവിടെ അവനിപ്പൊ കൊറേ മേടിച്ചു തരുവട്ടാ. ഇതിന്നാ നാളെ തര ബാക്കിയുള്ളത്. അത് കയ്യിൽ വെച്ചോ, കാശുള്ള പോലെ എടുത്ത് പോയി മേടിക്കും. ഇന്നാ 10 രൂപ ഉണ്ട് കൊണ്ടേ തിന്നു. വെള്ളം കുടിക്കാനുള്ള പരിപാടിയെന്ന് തോന്നുന്നു. സ്വാമി എന്താടാ? ചെമ്മീൻ ഷെട്ട് വരെ ഇവന്മാരിപ്പോ ചെമ്മീൻ ഷെട്ടി പോണെന്നുണ്ടെങ്കിൽ അത് വെള്ളടിയായിരിക്കും. ശരിയാക്കി തരാം. ശിവേട്ട ഏതാണ് നെടിയൻ? ഇന്നലെ രാത്രി ഇവിടെ കണ്ടല്ലോ. ഭയങ്കര വെടിവെപ്പുകാരനാ. വെടിവെപ്പുകാരനാണ് ആന്ന്. സത്യം പറയ ശിവേട്ട, അയാൾ നല്ലോണം വെടിവെക്കൂ. ഒന്ന് പോന്നേ. അതല്ല, അതിർത്തിയിൽ 5 പാകിസ്ഥാൻ പട്ടാളക്കാരെ വെടിവെച്ച് കൊന്നെന്നാ പറഞ്ഞേ. ഓ എന്റെ പൊന്നോ. എടാ നീ എങ്ങാട്ടാണ്? വീട്ടിലാട്ടാണ്? എന്താ ചേച്ചി? ഈ മീൻ അങ്ങാട് കൊടുത്തേര്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങക്ക് എപ്പോഴും കൂട്ടുവേണം നിർബന്ധമാണ്? ആദ്യൊരു തടിച്ചു പെണ്ണായിരുന്നു, ഇപ്പൊ ഇവള്. അതിന് നിനക്കെന്താണ്? രണ്ടും കല്യാണം കഴിക്കാൻ നടക്കാണ് നാട്ടില് പരദൂഷണം പറഞ്ഞു. ശിവേട്ട ഇത് കാണുമ്പോൾ എന്റെ കൺട്രോള് പോണം. ഈ മീനൊന്ന് വീട്ടിൽ കൊടുക്കോ? ഞാനേ അമ്പലത്തിൽ പോട്ടെന്നാ, മീൻ കൈ കൊണ്ടുപോടൂല. അപ്പൊ നീ ഉച്ചക്ക് മീൻ കറി കുടിച്ച് ചോറിനല്ലേ? ചേച്ചി അത് ഉച്ചക്കല്ലേ ചേച്ചി? ആണാ? ഒന്ന് പോയാ എനിക്ക് വേറെ പണിയുള്ളതാ. ചെല്ല്. സ്പർശന സുഖം കൊണ്ട് അടക്കേൻ. അതിന് നിങ്ങൾ സ്പർശിക്കാൻ നിന്ന് തരണ്ട. എന്നെ സ്പർശിക്കാൻ വന്നാലേ നിന്നെ ചട്ടി കൊണ്ട് അടിച്ച തല പൊളിച്ചുകളെ. ഒന്ന് പോയ അവിടുന്ന്. ദിവാകരൻ പോകാതെ സാധാരണ മദ്യപിച്ച് ശീലമില്ലാത്തതാണ്. ഏതായാലും സ്വാമി വിളിച്ചതല്ലേ. സ്വാമി ഇന്ന് പൊളിക്കും ഞാൻ. എടാ സ്വാമി, നിന്റെ പാപ്പന് എന്തെങ്കിലും പൈസ തന്നില്ലടാ? വന്നിട്ടില്ലടാ, വരുമ്പോ തരാം. സുഗുണേട്ടാ ഇരി നോക്കട്ടെ. ഓ അമ്മേ, സുഗുണൻ ചേട്ടൻ നമ്മുടെ സ്വാമിയുടെ പാപ്പന്റെ വീട്ടിൽ വാടക വന്നാണ്. പട്ടാളക്കാരനാണ് ട്ടാ. എവിടെയാണ് മോന്റെ വീട്? ഇളംകുന്നപ്പുഴ. ആ മോനോട് ഇരിക്കട്ടെ, ഞാൻ ഇന്ന് മീനൊന്ന് വെട്ടിയെടുക്കട്ടെ. ഇന്ന് ചെമ്മീൻ കമ്പനി പോയില്ലേ? അത് വെള്ളം ഓടിക്കാൻ വേണ്ടിട്ടല്ലേ. ഏതായാലും വന്ന സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം. ഞാനൊരു പെട്ടിലാമ്പട്ടറ കണ്ടുവച്ചിട്ടുണ്ട്. എൻ്റെ ഒരു പരിചയക്കാരൻ്റെയാ. അവനും മീൻ കച്ചവടമായിരുന്നു. അവനിപ്പോൾ ഗൾഫിലേക്ക് പോകാൻ ഒരു വിസ കിട്ടി. വേണമെങ്കിൽ നമുക്കത് നോക്കാം. നമുക്ക് നോക്കാം സൂണേട്ടാ. എടുത്തിട്ട് ഇപ്പൊ എന്ത് ബിസിനസ് ചെയ്യും? മീൻ കച്ചവടം. മീൻ ഇറക്കി തരുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷെ കച്ചവടം ചെയ്യുന്ന കാര്യം അത് നിങ്ങൾ നോക്കിക്കോണം. ദൈവമേ, യുവമാർ ഇവിടെ ഇരുന്നാണ് വെള്ളടി. ഇന്ന് ഞാൻ കാണിച്ചു തരാം. എടാ സ്വാമി, രാവിലെ തന്നെ അമ്പലത്തിൽ പോയി വന്ന് എന്റെ കുറിമായി വെച്ചിട്ട് ഇവിടെ വന്നിരിക്കാനുള്ള കള്ള. കള്ളച്ചോറ് എന്ന് അവന്റെ കുടലും പണ്ടവും പൊട്ടിത്തെറിക്കാറായി. അപ്പൊ ഇതിന്റെ അകത്ത് ബോംബും വെടികൊണ്ടായിരിക്കൂലേ? അത് ഇന്ന് രാവിലെ ഞാൻ എക്സർസൈസ് ചെയ്യില്ല, അതാണ് ചെയ്തെങ്കിൽ ഇപ്പൊ ചീക്ക വയറ് കുറഞ്ഞേന്. സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയതിനു ശേഷം ഈ കൈ കൊണ്ട് ഞാൻ തോക്കെടുത്തിട്ടില്ല. നീ എന്നെ കൊണ്ട് എടുപ്പിക്കരുത്. സാധനം വല്ലതുണ്ട കയ്യില്? അത് പറഞ്ഞപ്പോഴാണ് ഞാൻ എന്നാ വീട്ടിലോട്ടൊന്ന് പോട്ടെ. സ്വയം കിടന്ന് കത്തുന്നുണ്ടാവും. എന്നാ പിന്നെ വേഗം വിട്ടു. സ്വയത്തിൽ കുറച്ച് വെള്ളം കുറിച്ചു. വൈകിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാൻ സുഖനേട്ടാ. മോൻ പോയണാ? അയ്യോ, ആദ്യമായിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായ പോലും തരാൻ പറ്റിയില്ല. അത് സാരമില്ല മോനെ, മോനെങ്കിലും പറഞ്ഞു ഇവനെ കൊണ്ടൊന്ന് കെട്ടിക്ക്. ദേ തല വരെ നരച്ച്. ഒന്ന് കെട്ടിയതിന്റെ ദുഃഖം സൂണേട്ടനറിയാം. അമ്മ ഒന്ന് പോയമ്മേ. ഇവനിതെങ്ങനെ മനസ്സിലായി? ഒളിപ്പിച്ച് വെച്ചേക്കല്ലോ. എന്താണ് ശശിയായില്ലേ? പ്രായത്തിൽ നിന്നെ ഞാൻ കാമദേവൻ പോലീസ് ഗേറ്റിന് കാലുണ്ടല്ലോടെ. ഇതിൽ ഇഷ്ടമില്ലാത്തതാണല്ലോ. സ്വാമി പണിക്കൊന്നും പോയില്ലടാ? ആദ്യം വലിയ മെച്ചൊന്നുമില്ല സാറേ. നിങ്ങളുടെ ചെമ്മീൻ കെട്ടിലെ വെള്ളടിയൊന്നുമില്ല.
അത് നിർത്തിക്കൊള്ളട്ടാ. ഞാനൊന്ന് വിളിച്ചു പറഞ്ഞാൽ എല്ലാരെയും വന്ന് പൊക്കിക്കൊണ്ടുപോകും. ഒന്ന് പോ സാറേ, ഞങ്ങൾ വിളിച്ചാലും വരും പോലീസൊക്കെ. ചിലരൊക്കെ പൊക്കുകയും ചെയ്യും. കാലമൊക്കെ മാറി സാറേ. പിന്നെ ഞങ്ങളെ പൊക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 2 അടിയുള്ളൂ വയ്ക്കും. ഞങ്ങൾക്ക് പോകാൻ ജോലിയില്ല, പിണങ്ങി പോകാൻ ഭാര്യമില്ല. ചെല്ലു 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 കൂടാ. ചേട്ടൻ ഷർട്ടൊക്കെ ഇട്ട് നിന്നൂടെ? റോഡിലൂടെ പെണ്ണുങ്ങളൊക്കെ പോണതല്ലേ. ആ ഓൾഡ്. നേരെ വെളുത്ത ഗേറ്റ് തൂങ്ങി നിന്നോളും. ഓ, ഒരു വീട് വാടകയ്ക്ക് വരുമ്പോ അതിന്റെ ടാപ്പൊക്കെ ഒന്ന് ശരിയാക്കി. കണ്ടില്ല സുഗുണേട്ടാ, ഏത് ടാപ്പാ കംപ്ലൈന്റ്? സുലു, നീ ആ ടാപ്പ് ഒന്ന് കാണിച്ചോടെ. സുഗുണേട്ടൊന്ന് കാണിച്ചു കൊടുത്തൂടെ? ഞാൻ എക്സർസൈസ് ചെയ്യുന്ന കാണുന്നില്ല സുലു. ഈ കസർത്ത് കാണിച്ചിട്ട് എന്തിനാ? ഞാനിത് ചെയ്യുന്നില്ല ഇനി. വാ, ഞാൻ കാണിച്ചുതരാം. പിടിച്ചേ അവിടെ വെച്ചോടാ. ആരാ നന്നാക്കണേ? ആരായാലും എന്താ, നന്നാക്കിയാ പോരെ കുട്ടി. ദേ, എന്നെ കുട്ടി കിട്ടിന്നൊന്നും വിളിക്കണ്ട, പേര് വിളിച്ചാ മതി. നോക്കി നിൽക്കാതെ ടാപ്പ് അടയ്ക്കണം. എന്ത് നോക്കി നിൽക്കോ? ഇതിനൊക്കെ പണി അറിയാൻ വേണം. നീ ചിരിക്കടാ, ചിരിക്ക്. എനിക്ക് തന്നെ വേണം. നിനക്കൊരെല്ലാം കൂടുതലുണ്ടാ, അതൊന്നും കുറിച്ച് അറിയാം. എവിടെ പോണു? ടാപ്പ് നന്നാക്കിട്ട് പോയാ മതി, അല്ലെങ്കിൽ എന്റെ യഥാർത്ഥ രൂപം കാണും. ആഹാ, നിന്റെ യഥാർത്ഥ രൂപം എനിക്ക് കാണണമെന്നുണ്ടേ. ഞാൻ കാണിച്ചേ. എന്താ പറഞ്ഞ? എന്താ ഇവിടെ പ്രശ്നം? ഇവിടെ മുഴുവൻ വെള്ളമാണല്ലോ. ഇവന്മാരാ ചേച്ചി, പണി അറിയൂല. ഇവിടുത്തെ വെള്ളം മുഴുവൻ കോരിട്ട് വിട്ടാ മതി. നിങ്ങൾ ഉണ്ടാക്കി പിരിയുമ്പോ നിന്നോട്ടാ. പെണ്ണായി പോയി. അതുകൊണ്ടാ ഞാനൊന്നും മിണ്ടാത്തത്. ഞാൻ തുടച്ചോളാം, നിങ്ങൾ ടാപ്പ് ശരിയാക്കിക്കോ. എന്താണ് നോക്കി പേടിപ്പിക്കുന്നേ? സുലിച്ചേച്ചിനെ കാണണില്ല, കുളിക്കായിരിക്കും. പരാജയായില്ല. അയ്യോ, തെറ്റിപ്പോയി. ഇയാളും താഴെ ഉണക്കാട്ടേക്കണം. തെറ്റുവാണ്. ചേച്ചി ഇവിടെ പോയി.
സുനേട്ടാ വയറ് കുറയ്ക്കാനുള്ള എക്സസൈസ് ആണ്. അല്ലടാ, കമ്പി വളയ്ക്കാനുള്ള എക്സർസൈസ് ആണ്. എന്നിട്ട് കമ്പി വളഞ്ഞിട്ടില്ലല്ലോ. എടാ, ഇത് പട്ടാളക്കാർക്ക് മാത്രമുള്ള ഒരു എക്സർസൈസ് ആണ്. അതെ, സുലി ചേച്ചി സുലിച്ചേച്ചിയോ? സുലോന ചേച്ചി വിളിയടാ. സുലോൻ ചേച്ചി, സുലോൻ ചേച്ചി. അല്ല, നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നെ? അല്ല, 1-ാം തീയതി അല്ലേ? സുലോൻ ചേച്ചി അടുത്ത് കൈനീട്ടം വാങ്ങിക്കാൻ നിർത്ത് വന്നതാ. കൈനീട്ടം ഞാൻ തന്നാ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. വൈകുന്നേരം ആവുമ്പോ കൈനീട്ടം വാങ്ങിക്കാൻ വന്നോളും. പണിക്കും പോത്തില്ല, വിലക്കും പോത്തില്ല. വീട്ടിൽ പോടാ. ശരി. 11, 12. എടാ, നിന്റെ വീട്ടിൽ പോകാൻ ക്രോപ്പം വന്ന് എണ്ണവും തെറ്റിച്ച്. ഇനി വേറെ ചെയ്യാം. ചേട്ടാ, ചേട്ടൻ പട്ടാളത്തിൽ യുദ്ധത്തിനൊക്കെ പോകാറില്ലേ? പിന്നെ യുദ്ധത്തിന് പോകാറില്ലേ? എന്നിട്ട് അവിടൊന്നും പറ്റിയിട്ടില്ലേ? നീ ഒന്ന് പിടിച്ചേ. അത് പൂവല്ല, കസേര കിടക്കണം. പക്ഷെ നീ ഇരിക്കണ്ട. എടാ, ഈ യുദ്ധത്തിൽ അപകടം ഉണ്ടായി എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. എന്താ? എന്റെ ഒരു അത്ഭുത സസ്യമുണ്ട്. അതിന്റെ ഇലയെടുത്ത് പിഴിഞ്ഞ് അതിന്റെ നീര് ഏത് മുറിവിലൊഴിച്ചാലും അപ്പൊ തന്നെ ഒട്ടിപ്പോവും. ആണോ? ദേ, ഒരു യുദ്ധത്തിനിടയ്ക്ക് എന്റെ മുട്ടയിൽ ഒരു വെടിയുണ്ട വന്നുകൊണ്ട് എന്നിട്ട് വിറക് കീറി വെച്ചേക്കുന്ന പോലെ ആയി. ഞാൻ ആ അത്ഭുതം വരുന്നില്ലേ, അതെടുത്ത് ഈ മുറിവേലം കൊഴിച്ചു. തപ്പേതും കൊട്ടിപ്പോയി, പാട് പോലും ഇല്ലായിരുന്നു. സത്യം? ഒറിജിനലായിട്ട്? എന്നാ സസ്യത്തിന്റെ 2 എനിക്ക് തരൂ. അതെന്തിനാ? അതിന് ചാറ് പിഴിഞ്ഞേ നിങ്ങളുടെ അണ്ണാക്കിലോ ചൊട്ടിക്കാൻ. ഇതൊന്നും ഞാൻ കേക്കണ്ടല്ല. സുലിച്ചേച്ചിനും കാണാൻ പറ്റില്ല, ലോകത്തില്ലാത്ത തള്ളും കേൾക്കണ്ട. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച പോലെ അവൻ അത്ര മണ്ണുണ്ണിയല്ല. ഇയാളിങ്ങനെ നുണ പറഞ്ഞ ഇയാളുടെ നാക്ക് വേദന എടുക്കൂലേ? ചേറ്റ. ബോസ് ഒന്ന് മാറ്റി പിടിക്കാം. ഇവനിതെന്ത് പറ്റി? ആ കാന്താരി മുളക് നിങ്ങളും കടിച്ചല്ലേ? എനിക്ക് അപ്പോഴേ തോന്നി അവള് നിങ്ങൾക്കിട്ട് പണി തരുമെന്ന്. ഈ കാന്താരി മുളക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കടിക്കാറുള്ളതാ. പക്ഷെ പാവങ്ങളോട് ഭയങ്കര കരുണയാ. ഈ ക്ഷീണം തീർക്കാൻ നമുക്കൊന്ന് കൂടിയാലോ? ഞാൻ റെഡിട്ടാ. കൈനീട്ടം കുപ്പിയായിട്ട് കിട്ടിയാ മതി. നിനക്കുള്ള കൈനീട്ടം ഞാൻ കാലുകൊണ്ട് തരുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? മാറിക്കണം അങ്ങോട്ടോ. കുഴപ്പമില്ല. സ്വാമി ഇനി വന്നേ. അതെ, നാളെ നമുക്കൊരു സ്ഥലം വരെ ഒന്ന് പോകണം. ഒരാളെ കാണാനാ. എന്റെ ഒരു അകന്ന ബന്ധുവാ, പേര് രാമേട്ടൻ.